34 സങ്കീർത്തനം അതിൻ്റെ 17 തിരുലിഖിതം വചനം പറയുകയാണ്, നീതിമാന്മാർ സഹായത്തിന് വിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു, അവരെ സകലവിധ കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കുന്നു. കർത്താവിന് ഈ ഭൂമിയിൽ ഒരിക്കലും അവഗണിക്കാൻ പറ്റാത്ത ഒരു നിലവിളി ഉണ്ടെങ്കിൽ അത് നീതിമാന്റെ നിലവിളിയാണ്. അവൻ്റെ നിലവിളി ഒരിക്കലും കർത്താവ് അവഗണിക്കുകയില്ല. കാരണം എന്താണെന്നറിയാമോ? അവൻ വിളിക്കുന്നത് കൊടിയ ദാരിദ്ര്യം വരുമ്പോഴല്ല, അവൻ വിളിക്കുന്നത് രോഗം വരുമ്പോഴല്ല, അവൻ വിളിക്കുന്നത് അപകടം വരുമ്പോഴല്ല, ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്നുകൊണ്ടൊന്നും അല്ല അവൻ വിളിക്കുന്നത്. അവൻ വിളിക്കുന്നത് നീതിയിൽ നിന്നുകൊണ്ടാണ് വിളിക്കുന്നത്. സാധാരണ മനുഷ്യരൊക്കെ ഇന്നത്തെ കാലഘട്ടത്ത് വലിയ അപകടം വരുമ്പോൾ, വലിയ രോഗം വരുമ്പോൾ, വലിയ പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെയാണ് കർത്താവിനെ വിളിക്കുന്നത്. പക്ഷേ കർത്താവ് ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, നീതിമാന്മാർ വിളിക്കുമ്പോഴാണ് കർത്താവ് വിളി കേൾക്കുന്നത്. അവരെയാണ് കർത്താവ് സകല കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കുന്നത്. നീതിമാന്മാർ വിളിക്കുമ്പോൾ ഒരു കഷ്ടതയിൽ നിന്നല്ല കർത്താവ് രക്ഷിക്കുന്നത്, സകല കഷ്ടതകളിൽ നിന്നും. കാരണം ഇന്ന് മനുഷ്യർ ഒരു കഷ്ടതയിൽ മാത്രമല്ല ജീവിക്കുന്നത്. ഭൗതികമായിട്ടുള്ള മേഖലയിൽ കഷ്ടതകളുണ്ട്, ശാരീരികപരമായ രോഗപീഠകളിലൂടെയുള്ള കഷ്ടതകളുണ്ട്, ആത്മീയ മേഖലകളിൽ കഷ്ടതകൾ അനുഭവിക്കുന്നവരുണ്ട്, അങ്ങനെ മറ്റു പല മേഖലകളിലും കഷ്ടതകൾ അനുഭവിക്കുന്നവരുണ്ട്. ചിലരുടെ ജീവിതത്തിൽ പറയുന്നേക്കാം, ഒരു കഷ്ടത തീർന്നു കഴിയുമ്പോഴേ മറ്റൊരു കഷ്ടതകൾ പെട്ടെന്ന് ഉയർന്നു വരും. അങ്ങനെ പല പല കഷ്ടതകളിലൂടെയാണ് അവർ ജീവിക്കുന്നത്. എല്ലാ കഷ്ടതകളിൽ നിന്നും ഒറ്റയടിക്ക് ഒരുമിച്ച് മോചനം കിട്ടാൻ, കർത്താവിൽ നിന്ന് രക്ഷ കിട്ടണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. ആ കുറുക്ക് വഴി ഇതാണ്: നീതിമാനായിട്ട് ജീവിക്കുക, നീതിയുള്ള വ്യക്തിയായിട്ട് ജീവിക്കുക. ഇനി ഈ വചനഭാഗത്ത് എന്താണ് നീതി എന്ന് പറഞ്ഞ അർത്ഥം? ഓർക്കുക, ഈ വചനഭാഗത്ത് രക്ഷിക്കുക എന്ന് പറയുന്ന വാക്കിനല്ല ഏറ്റവും പ്രാധാന്യമുള്ളത്, അല്ലെങ്കിൽ നിലവിളി എന്ന് പറയുന്ന വാക്കിനല്ല ഏറ്റവും പ്രാധാന്യമുള്ളത്. ഏറ്റവും പ്രാധാന്യമുള്ള വാക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീതിമാൻ. നീതി എന്ന് പറയുന്ന വാക്കിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. കാരണം ആ ഒരു തലത്തിൽ ജീവിക്കുമ്പോഴാണ് കഷ്ടതകളിൽ നിന്ന് നമുക്ക് വലിയൊരു മോചനം ലഭിക്കുന്നത്. നീതിമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഒരു പാപം ചെയ്യാത്ത, ഒരു ബലഹീനതയും ഇല്ലാത്ത പരിപൂർണനായിട്ടുള്ളൊരു മനുഷ്യൻ എന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ദൈവത്തിന് മുന്നിൽ ഭയങ്കരമായൊരു പൂർണ്ണതയിൽ, വലിയൊരു പൂർണ്ണതയിൽ ജീവിക്കുന്ന വ്യക്തി എന്നൊന്നുമല്ല ആ നീതിമാൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു അർത്ഥമാണ്. ഇവിടെ നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിനർത്ഥം ദൈവവുമായിട്ട് നല്ല ഒരു അടുപ്പത്തിൽ ജീവിക്കുന്ന വ്യക്തി, കർത്താവുമായിട്ട് നല്ല ഒരു ബന്ധത്തിൽ, നല്ലൊരു റിലേഷൻഷിപ്പിൽ ജീവിക്കുന്ന വ്യക്തി ആരാണോ അവരാണ് നീതിമാന്മാർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പാപവും ചെയ്ത്, എല്ലാ അശുദ്ധിയും ചെയ്ത് ദൈവവുമായിട്ട് നല്ലൊരു ബന്ധത്തിൽ പോയാൽ മതി, എല്ലാം ഓക്കെയാണ്, അങ്ങനെ ആകുമ്പോൾ എല്ലാം കിട്ടും എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഈ ദൈവമായിട്ടുള്ള നല്ല അടുപ്പത്തിൽ ജീവിച്ചാൽ തന്നെ, നല്ല ബന്ധത്തിൽ ജീവിച്ചാൽ തന്നെ പാപവഴിയിലൂടെ പോകാതിരിക്കാൻ ഈ ബന്ധം തന്നെ നമ്മെ സഹായിക്കും. അങ്ങനെ ഒരു ആത്മീയതയിൽ ജീവിക്കുന്ന വ്യക്തിയുണ്ടല്ലോ, കർത്താവ് ഒരിക്കലും കൈവിടിയല്ല. അവൻ അല്ലെങ്കിൽ അവൾ എപ്പം നിലവിളിച്ചാലും ആ നിലവിളിക്ക് വലിയൊരു ഉത്തരം ഉണ്ടാവും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ഈ ലോകത്തിൽ നമുക്കെല്ലാറ്റിനേക്കാൾ ഉപരി ഈശോയെ സ്നേഹിക്കാനുള്ള ഒരു കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാം. ഈശോയുമായിട്ട് നല്ലൊരു ബന്ധം, ആഴമായ ഒരു സ്നേഹബന്ധം, ആഴമായ ഒരു അടുപ്പം, അങ്ങനെയുള്ള ഒരു ആത്മീയത, ആ തലത്തിൽ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ആഴമായിട്ടുള്ളൊരു സ്നേഹബന്ധം, ഒരു സൗഹൃദം, അത് ഈശോ നമ്മളിൽ നിന്ന് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാറ്റിനേക്കാളിലും, നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെക്കാളിലും കൂടുതലായിട്ട് കർത്താവിനോടുള്ളൊരു അടുപ്പം ഉണ്ടെന്ന് കർത്താവ് തിരിച്ചറിയുന്ന ആ നിമിഷം, അവിടെയാണ് നമുക്ക് രക്ഷ അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ കിട്ടുന്നത്. അവിടെയാണ് നമ്മുടെ കഷ്ടതകളിൽ കർത്താവ് നമ്മളെ രക്ഷിക്കാനായിട്ട് കടന്നു വരുന്നത്. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ. എല്ലാറ്റിനേക്കാൾ ഉപരിയായിട്ട് കർത്താവിനെ സ്നേഹിച്ച വലിയ ആത്മീയ അടുപ്പത്തിൽ ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. അതിനായിട്ട് നമുക്കൊരു ആശീർവാദം സ്വീകരിക്കാം.